ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട 2024 എന്നൊരു വർഷം നമ്മുടെ മുന്നിൽ കടന്നുപോയി. സുഖദുഃഖ സമ്മിശ്രമായിട്ട് നമ്മുടെ ജീവിതം ഈ 2024 കടന്നുപോയി. എങ്കിലും നാം പട്ടുപോകാതെ ദൈവം നമ്മെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഈ 2025 പുതിയൊരു പ്രഭാതത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുഴുവൻ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ കാത്തിരുപാലിച്ചു. പല ആപത്തുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളെല്ലാം ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോഴും ഒന്നും നമ്മെ തകർത്ത് കളയാതെ ദൈവം നമ്മെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചു. എന്നാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില വാഗ്ദത്തങ്ങളും ചില ദൈവം തന്ന ചില പ്രോമിസസ് ഇനിയും നിറവേറുവാനുള്ളതുണ്ട്. അതെല്ലാം ഇപ്പോൾ നമ്മൾ ഈ പുതിയൊരു വർഷത്തിലേക്ക് 2025 എന്ന പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ പുത്തൻ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമൊക്കെ ആയിട്ടിരിക്കുമ്പോഴും ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ പുതിയ വർഷം അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണേ. ദൈവം ഈ 2025 നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ യെശയ്യാവ് 45:1 യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് അരുളി ചെയ്ത വചനം കർത്താവ് നമ്മോടും പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ പറയുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. കർത്താവ് പറയാണ്, വാതിലുകൾ അടയാതെ, കതക് തുറന്ന് വാതിലടയാതെ ഇരിക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന്. ഇതിലും നല്ലൊരു പ്രോമിസസ് നമുക്ക് കിട്ടാനില്ല. ദൈവത്തിൽ നിന്ന് നല്ലൊരു വാഗ്ദത്തം നാം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക. ഈ 2025 നമ്മൾ എന്തിലെല്ലാം കൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, ഏത് സാഹചര്യത്തിലൂടെ നാം നടക്കേണ്ടി വന്നാലും കർത്താവ് നമുക്കൊരു പ്രോമിസ് തരുവാണ്, ഞാൻ നിൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. കോരശിനോട് അരുളി ചെയ്ത അതേ വചനം കർത്താവ് നമ്മളോട് അരുളി ചെയ്യുക, വലങ്കൈ പിടിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാം ഒന്നും ഭാരപ്പെടണ്ട. നാളെ എന്താകുമെന്നോ, ഭാവി എന്താകുമോ, ഇനി എന്താകും എൻ്റെ ജീവിതം, ഇങ്ങനെയൊന്നും നമ്മൾ ഭാരപ്പെടണ്ട. കാരണം 2024 നമ്മെ നിർത്തിയ ദൈവം ഈ 2025 വളരെ ശക്തമായിട്ട് കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കുണ്ട്, നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സന്തോഷത്തിലാകട്ടെ സങ്കടത്തിലാകട്ടെ എപ്പോഴും കർത്താവിൻ്റെ വലങ്കൈ നാം പിടിച്ച് നടക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ഭാരപ്പെടേണ്ടതില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. വാതിലുകൾ നമുക്ക് വേണ്ടി നമുക്ക് 2024 നമ്മുടെ മുൻപിൽ പല വാതിലുകളും അടഞ്ഞു കിടന്നു. തുറക്കാതിരുന്ന പല വാതിലുകളും കർത്താവ് നമ്മളോട് പറയാൻ, ഞാൻ വാതിലുകൾ തുറന്നു തരും. കതകുകൾ അടയാതെ ഞാൻ നിൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന്. കർത്താവ് ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അതേസമയം ഒരു വാതിൽ കർത്താവ് അടച്ചാൽ അത് ആർക്കും തുറക്കാനും പറ്റില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് വാതിലാണ് നമുക്ക് വേണ്ടി തുറക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന കർത്താവാണ്. നമുക്ക് ഏത് വാതിലാണ് നല്ലതെന്നറിഞ്ഞ് അത് കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാതിലുകൾ അത് കറക്റ്റാവണമെന്നില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഏത് വാതിലോ നമ്മൾ തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ അത് ശരിയാകത്തില്ല. നമ്മൾ തിരഞ്ഞെടുത്താൽ അതെന്തായാലും ശരിയാകത്തില്ല. കാരണം കർത്താവാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. കർത്താവാണ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കേണ്ടത്. കർത്താവ് പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കും. ഇനി അത് അടയത്തില്ല, കതക് അടയത്തില്ല. കാരണം ഞാൻ നിൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ആ വാതിലൂടെ കടത്തും. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ഉറപ്പോടെ ഇരിക്കാം, കർത്താവെ, അങ്ങ് എനിക്ക് തന്ന വാഗ്ദത്തത്തിനായി നന്ദി, അങ്ങ് എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കാൻ നന്ദി. ഈ 2025 എന്ന വർഷം മുഴുവൻ കർത്താവെ, അങ്ങ് എൻ്റെ വലങ്കൈക്ക് പിടിച്ചെന്നെ വഴി നടത്തണേ, അങ്ങയുടെ കൃപ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് നമുക്ക് ശക്തമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവം തന്ന ഈ പ്രോമിസ് നമുക്ക് മുറുകെ പിടിക്കാം. ദൈവസന്നിധിയിൽ ഇത് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ധൈര്യപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ.